എല്ലാവർക്കും ക്ലബ് മഹേന്ദ്രയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുപാട് നാളിന് ശേഷം, ഏകദേശം 4 വർഷത്തിന് ശേഷം ക്ലബ് മഹേന്ദ്ര പൂവാർ റിസോർട്ടിലേക്ക് പോകുന്ന വീഡിയോ ആണിത്. 4 വർഷത്തിന് മുമ്പുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ എൻട്രി പോയിന്റിലെത്തി അവിടുത്തെ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഭാഗത്തേക്ക് കയറുകയാണ്. അപ്പോൾ നേരത്തെ വന്നതിന് വ്യത്യസ്തമായിട്ട് ഈ പോകുന്ന വഴിയിലായിട്ട് പവർ സപ്ലൈക്ക് വേണ്ടി സോളാറിൻ്റെ കവറിങ് ചെയ്തിട്ടുണ്ട്. അതൊരു വ്യത്യാസമായിട്ട് തോന്നി. പിന്നെ കുറച്ചും കൂടെ വളരെ മനോഹരമായിട്ടുണ്ട് റിസോർട്ട് കാണാനൊക്കെ. നല്ല ലുക്കായി. ആ എൻട്രൻസ് പോയിൻറ്റും കാര്യങ്ങളുമൊക്കെ നമ്മളവിടെ എത്തി. സെക്യൂരിറ്റി നമ്മളെ വന്ന ഡീറ്റെയിൽസൊക്കെ ചോദിച്ച് നമ്മളകത്തേക്ക് പോകാൻ പോവാണ്. ഇതാണ് നമ്മളകത്തേക്ക് പോകുന്ന മെയിനായിട്ടുള്ള പൂവാറിലെ റിസോർട്ടിൻ്റെ എൻട്രൻസ് ഏരിയ. അവിടെ ഒരു റൂഫ് ചെയ്തിട്ടുണ്ട്. പഴയ നേരത്തെ നമ്മൾ വന്നപ്പോൾ ആ റൂഫിൻ്റെ ആ ഒരു ഏരിയ ഇല്ലായിരുന്നു. അപ്പോൾ അതവിടെ റൂഫ് ചെയ്തിട്ടുണ്ട്. നിറയെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ. ഫ്രണ്ടിലെ ആ ഒരു എൻട്രൻസ് ഏരിയ എല്ലാം തന്നെ അതുപോലെ തന്നെയാണ്. നമ്മൾ ആ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട അതേ കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോൾ കയറി നേരെ ആ പൂളിൻ്റെ ഭാഗത്തേക്ക് എത്തി. അത്യാവശ്യം വലിയൊരു പൂളാണ് ഇവിടെ ഉള്ളത്. നല്ല വലുപ്പമുള്ള പൂളുണ്ട്. അതിൻ്റെ സൈഡിൽ തന്നെ കിഡ്സ് പൂളിൻ്റെ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴത്തെ ആ മെയിൻ റിസപ്ഷനോട് ചേർന്നുകൊണ്ട് തന്നെ വരുന്നൊരു ഏരിയയിലാണ്. വൈകുന്നേരം ഇവിടെ ഈ പറയുന്ന ഒരു ഏരിയയിൽ ചീഫ് സ്നാക്സൊക്കെ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ ആ ഒരു പ്രധാനപ്പെട്ട ഏരിയ. ഇത് നേരെ പോകുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നേരെ അവിടെ ഒരു ലോൺ ഏരിയ ഉണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ലേക്ക്, നമ്മുടെ നെയ്യാറിൻ്റെ ആ ഒരു ബോട്ടിംഗ് ഒക്കെ നടക്കുന്ന ഒരു ഏരിയയിലേക്ക് പോകുന്ന വഴിയാണിത്. നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ബോട്ടിങ്ങും അതുപോലെ കിഡ്സിൻ്റെ പ്ലേ ഏരിയയും പിന്നെ അവിടെ കുറേ ആക്ടിവിറ്റി സോണും ഒക്കെ ഉണ്ട്. നല്ല ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ കാണാം. അതായത് നമ്മൾ നല്ല അകത്തോട്ട് പോയിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. ഈ തെങ്ങിൻ തോപ്പിൻ്റെ അകത്ത് കൂടെ നടക്കാൻ തന്നെ നല്ല രസമാണ്. അവിടെ നമുക്ക് കിടക്കാൻ വേണ്ടി നെറ്റൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. ഷട്ടിൽ ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു ഏരിയ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോട്ടിങ്ങിന് ഇവർ തന്നെ റിസോർട്ടുകാർ തന്നെ പൂവാറിലെ ബോട്ടിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കൊടുക്കും. അതിന് ബോട്ട് വരാനും ആളുകളെ പിക്ക് ചെയ്യാനുള്ളൊരു ഏരിയ അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കാണാം. ഇന്ന് സാറ്റർഡേ ആണ് നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബോട്ടുകൾ ടൂറിസ്റ്റിനെ കൊണ്ട് പോകുന്ന കാഴ്ച നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ആ ബോട്ട് പോകുന്ന ഒരു ഏരിയയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ആ സെക്യൂരിറ്റി ചേട്ടൻ അവിടെ നിന്ന് ആൾ പറഞ്ഞു ഇന്നലെ സാറ് വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസമുണ്ടായിരുന്നു. നേരെ കാണുന്ന കണ്ടൽക്കാടൊക്കെ നോക്കുന്നതിലൂടെ വെള്ളം കയറി കിടന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ഏകദേശം ഈ വണ്ടിൻ്റെ മുകൾ വശം വരെ വെള്ളം കയറി കിടന്നിരുന്നു. ഇന്നലെ രാത്രി ഇന്ന് രാവിലെയാണ് പൊഴി മുറിച്ചത്. അതുകൊണ്ടാണ് വെള്ളം പെട്ടെന്ന് താന്നു പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സെക്യൂരിറ്റി ചേട്ടൻ. ഇന്നലെ കുറച്ചും കൂടെ ഹൈറ്റിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ച ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ഇന്ന് വലിയ ഹൈറ്റിലൊന്നും വെള്ളമില്ല. അവിടെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആളുകൾ അവിടെ നിന്ന് മീൻ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. വെള്ളത്തിൽ ഇറങ്ങി തന്നെ മീൻ പിടിക്കുന്നുണ്ട്. തന്നെ ഈ പറയുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് ആളുകൾ വെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. അവിടെ മീൻ പിടിക്കുന്ന കാണാം. അതുകൊണ്ട് ഈ ഒരു എൻട്രൻസിൽ കൂടെയാണ് നമ്മുടെ ഇവിടുന്ന് ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ബോട്ടുകൾ ഇവിടെ വരിക, ആളുകളെ പിക്ക് ചെയ്യുകയും ചെയ്യുന്നത്. ആ ബോട്ടുകൾ ഒരുപാടെണ്ണം പോകുന്നുണ്ട്. നല്ല തിരക്കാണെന്ന്. പൂവാറിലെ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു കാഴ്ചയാണ്. ഈ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടെയുള്ള ഒരു ബോട്ടിംഗ് പ്രത്യേകമായിട്ടുള്ളൊരു ഭംഗിയാണ് കാണാനും ഒക്കെ ഉള്ളത്. അത്യാവശ്യം നല്ല എന്താ പറയുന്നത്, വലിയ ചാർജ് അതിന് ഈടാക്കുന്നില്ല. നോർമലായിട്ടുള്ളൊരു ചാർജും കാര്യങ്ങളൊക്കെയാണ് പോകാറുള്ളത്. നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ചെറിയ പന്തൽ അവിടെ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയാണിത്. നമ്മൾ വീണ്ടും അവിടുന്ന് അപ്പുറത്തെ ബോട്ടിങ് ഒക്കെ നടക്കുന്ന അതിൻ്റെ രണ്ടാമത്തെ സൈഡിലൊരു ഏരിയ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ബീച്ചൊക്കെ കാണാം. ആ ഒരു ഏരിയയിലേക്ക് പതുക്കെ ഒന്ന് പോയി നോക്കാം. ഇവിടെ ബീച്ചിൻ്റെ ഒരു അതായത് നമ്മുടെ പൂവാർ ബീച്ചും പൊഴിയൂർ ബീച്ചും കൂടെ ജോയിൻ ചെയ്യുന്ന ആ സ്ഥലത്താണ് പൊഴി മുറിക്കുന്നത് സാധാരണയായിട്ട്. ആ ഒരു ഏരിയയുടെ കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ കായലിൻ്റെ ഇപ്പുറത്തെ സൈഡ് നിന്നിട്ട് നമ്മളങ്ങോട്ട് പതുക്കെ നടന്നു പോവാണ്. വെള്ളം കെട്ടിക്കിടന്നതിൻ്റെ ഒരു അടയാളമൊക്കെ നമുക്ക് ഇവിടെ നടക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലെ പിന്നെ നമുക്ക് വെള്ളം കയറി കിടന്നതിൻ്റെ ഒരു അടയാളം. നമ്മളിത് അങ്ങോട്ട് നടന്നു പോവാണ്. നോക്കാം. ഇവിടെ വെള്ളത്തിൻ്റെ നടുക്കായിട്ട് ഒരു കുരിശടിയൊക്കെ കാണാം. നല്ല മനോഹരമായിട്ടുള്ളൊരു കുരിശടി ഈ വെള്ളത്തിൻ്റെ നടുക്കൊരു പാറയിൽ ഇതാണ് നടുക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അങ്ങ് ദൂരെയായിട്ട് കാണുന്ന ഒരു ഏരിയയാണ് ബീച്ചിൻ്റെ സൈഡ്. വളരെ മനോഹരമായിട്ടുള്ള ബീച്ചാണ്. നമുക്ക് ബീച്ചിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് പൂവാറിൽ നിന്ന്
നമുക്കിങ്ങനെ കയറി വരാം. അതുപോലെ തന്നെ ഈ ബോട്ടിൽ വരുന്ന ആളുകളെ നമ്മൾ പൂവാർ ജംഗ്ഷനിൽ നിന്ന് ബോട്ടിൽ കയറ്റി ഈ ബീച്ചിൻ്റെ ഒരു ഏരിയയിൽ കൊണ്ടുവിടും. അവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് ഫുഡ് ഐറ്റംസും സ്നാക്സും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതവിടെ ക്ലബ് മഹേന്ദ്രയുടെ ഈ ഒരു ഏരിയ ഇപ്പോൾ വളരെ മനോഹരമാക്കിയിട്ടുണ്ട്. ഒരുപാട് ലോണുകളും ഒക്കെ പുതുതായിട്ടൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ക്ലബ് മഹേന്ദ്രയിലെ ഒരു എക്സിക്യൂട്ടീവ് ഒരു പയ്യൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഈ റിസോർട്ടിൽ റിനോവേഷൻ വർക്കുകളൊക്കെ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ടെൻറ്റ് സ്റ്റേ പോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരു 5 സ്റ്റാർ ഇപ്പോൾ 3 സ്റ്റാർ കാറ്റഗറിയിൽ കിടക്കുന്ന റിസോർട്ടിനെ ഒരു 5 സ്റ്റാറിലേക്ക് മാറ്റാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഒരു ഭംഗിയാണ് കാണാൻ. ഇതാണ് എൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ സൈഡിലായിട്ട് നേരത്തെ ഞാൻ വരുന്ന സമയത്ത് കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണാനില്ല. ഒരു കയാക്കിങ്ങിൻ്റെ ഒരു ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ വന്ന് വൈകുന്നേരങ്ങളൊക്കെ ഇരിക്കാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. ഇവിടുത്തെ കാഴ്ച നമ്മളിങ്ങനെ അങ്ങോട്ട് കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. തെങ്ങിൻ്റെ തോട്ടത്തിനകത്തിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത്. ബോട്ടുകളെല്ലാം നിരന്ന് പോകുന്നുണ്ട്. കുറേ ബോട്ടുകൾ ബീച്ചിൻ്റെ സൈഡിലേക്ക് അടുത്തു. ആളുകളെല്ലാം ഇങ്ങനെ ഇറങ്ങി ബീച്ചിലേക്ക് പോകുന്നത് കാണാം. ഇവിടുന്ന് ചെറുതായിട്ട് കാണാം. ഇവിടെ ഒരു എന്താ പറയുക വേസ്റ്റൊക്കെ ഇടുന്നതിന് വേണ്ടി ഒരു ബിന്നാണെന്ന് തോന്നുന്നു ചെയ്തിട്ടേക്കുന്നത്. കൊള്ളാം. അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനുള്ള ചെറിയ ബെഞ്ചുകളൊക്കെ ഉണ്ട്. നിറയെ ബെഞ്ചുകളുണ്ട്. ഇതാണ് ഈ സൈഡിൽ നിന്നുള്ള കാഴ്ച. ബീച്ചും ബോട്ടിങ്ങും അതുപോലെ തന്നെ നടുക്കുള്ള മനോഹരമായിട്ടുള്ളൊരു കുരിശടിയും എല്ലാം കൂടെ വരുന്നൊരു കാഴ്ചയാണിത്. വൈകുന്നേരങ്ങളിലൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് നമുക്കിവിടെ ഇതിൻ്റെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. നമ്മൾ നേരെ വന്നിട്ട് ശരിക്കും ഇതിൻ്റെ ഒരു ഭംഗി കാണാൻ വേണ്ടി അവിടുത്തെ മെയിൻ എൻട്രൻസ് നേരെ ഈ ഒരു ഏരിയയിലേക്കാണ് വന്നത്. ഇവിടെ വൈകുന്നേരങ്ങൾ വന്നിരിക്കാൻ നല്ല ഒരു പ്രത്യേക ഭംഗിയാണുള്ളത്. നമ്മൾ ഇന്ന് ഇവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. പൂളിൻ്റെയും അതുപോലെ തന്നെ ആ എൻട്രൻസിൻ്റെ ഒരു ഏരിയയിലേക്കൊക്കെ പതുക്കെ പോകാം എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടെ പോയിട്ട് വേണം നമുക്ക് പ്ലേ ഏരിയയ്ക്കുള്ള ക്രിക്കറ്റിൻ്റെ ബാറ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ. എന്തായാലും കുറച്ച് സമയം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മളിവിടെ നിന്ന് പതുക്കെ അങ്ങോട്ട് നടക്കുന്നു. നമ്മൾ നടന്ന് തിരിച്ച് താണ്ട ഈ ഒരു നമ്മുടെ റിസോർട്ടിൻ്റെ ഏരിയയിലെത്തി. ഇത് സ്റ്റുഡിയോ ടൈപ്പ് സ്പെഷ്യൽ അപ്പാർട്ട്മെൻറ്റുകളാണ്. ഹട്ട് പോലിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലെ ഹട്ട് പോലിരിക്കുന്ന ഏരിയയാണ് ഇത് വരുന്നത്. ഇത് നമുക്ക് ക്ലബ് മഹേന്ദ്രയുടെ പോർട്ടൽ വഴിയും അതുപോലെ തന്നെ മേക്ക് മൈ ട്രിപ്പ്, ഗോ ഐ വിവോ മുതലായിട്ടുള്ള ആപ്പുകൾ വഴി ഇത് ബുക്ക് ചെയ്യാം. നമുക്ക് സ്റ്റുഡിയോ ടൈപ്പ് റൂമാണ് വരുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടുള്ള ഹട്ട് ആണ് വരുന്നത്. അതിൻ്റെ നടുക്കൂടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു നടക്കാനുള്ളൊരു ഏരിയ, അവിടെ ഒരു തുളസിത്തറയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ല കാഴ്ചയാണിത്. ഇത് സ്പായുടെ ഒരു ഏരിയയാണിത്. വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കേരള ഹട്ട് അല്ലെങ്കിൽ കേരളത്തിലെ പഴയ വീടുകളിലെ നിലയും വരെയുള്ള വീടുകളുടെ ഒരു സ്റ്റൈലിൽ ചെയ്തേക്കുന്നൊരു വഴിയും സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല മനോഹരമാണ് കാണാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടപ്പം അന്നത്തെ വീഡിയോയിൽ ഇതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതൊന്നും ഇതിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണെന്ന് തോന്നുന്നു. പക്ഷേ ഇത് നല്ല മനോഹരമായിട്ടുണ്ട് കാണാനും. അതിൻ്റെ ആ ഒരു ഏരിയയിൽ കൂടെ ഇങ്ങനെ നടക്കാനും ഒക്കെ നല്ല ഭംഗിയുണ്ട്. നമ്മളങ്ങനെ അവിടെ പോയിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പോയ വഴി കൂടെ തന്നെ തിരിച്ചു വരികയാണ്. സ്പായുടെ എൻട്രൻസിലേക്ക് എത്തുന്നുണ്ട്. അവിടെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. സ്പായുടെ ഏരിയയിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല മനോഹരമായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നാല് വർഷത്തിന് ശേഷം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പഴയ വീഡിയോയിൽ നിന്ന് വളരെയധികം മാറ്റം റിസോർട്ടിൽ വന്നതായിട്ട് കാണാം. വളരെ മനോഹരമായിട്ടുണ്ട്. ഒരുപാട് ഏരിയാസ് ലോണും എല്ലാം വളരെ ഭംഗിയുണ്ട്. ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് പ്രത്യേക ഭംഗി തന്നെ, ഫുൾ ഗ്രീനറി ആയിട്ടുള്ള ഒരു റിസോർട്ടാണിത്. നമ്മളതിൻ്റെ ആ ഒരു ഹട്ടിൻ്റെ ഏരിയയിൽ കൂടെ നടക്കുകയാണ്. ഇവിടെ നടക്കാൻ തന്നെ നല്ല രസമുണ്ട്. ഇതിലേക്ക് സൈക്കിളൊക്കെ എടുത്ത് ഓടിച്ചുകൊണ്ട് നടക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്. ഇലക്ട്രിക് സൈക്കിളും സംഭവമൊക്കെ അവിടെ നിന്ന് നമുക്ക് റെൻറ്റ് എടുക്കാം. ഇതാ ഒരാൾ കുഞ്ഞിനെയും കൊണ്ട് സൈക്കിളിൽ ഇങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് തന്നെ അടുത്തൊക്കെ കാണാം. നമ്മൾ തന്നെ ഈ ഒരു ഏരിയയിൽ എത്തിയിട്ട് അകത്തേക്ക് പോകുമ്പോൾ അവിടെ ഒരു
നോർമൽ ഒരു ആയിട്ടുള്ള ഇത് ഹട്ടിൻ്റെ അല്ലാത്ത ടൈപ്പ് സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഇരിക്കുന്ന ഒരു ഏരിയ ആണിത്. 1 ബെഡ്റൂമിൻ്റെ ഒരു ഫ്ലാറ്റ് മോഡലുള്ള റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഏരിയയിലേക്ക് നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടെയും ഹട്ടുകളുണ്ട്, പിന്നെ സ്റ്റുഡിയോ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും ക്ലബ് മഹേന്ദ്രയുടെ നമ്മുടെ മടിക്കേരി റിസോർട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ കാണുന്ന ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ പൂവാറിലുമുണ്ട്. ശരിക്കും അത് അങ്ങനെ തന്നെ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം. അതിൻ്റെ ഒരു ഭംഗി നമ്മൾ കണ്ട അതിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ബാക്കിലാണ് നമ്മുടെ പറയുന്ന സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ്. തിരിച്ച് നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ ഏരിയയിലേക്ക് തന്നെ വരികയാണ്. ശരിക്കും കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്, നടന്ന് വൈകുന്നേരങ്ങളിലൊക്കെ കുറേ ദൂരം നടക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് ഈ റിസോർട്ടിനകത്തുണ്ട്. അത്യാവശ്യം വലിയ റിസോർട്ടാണ് ക്ലബ് മഹേന്ദ്രയുടെ. നമ്മൾ പല സ്ഥലങ്ങളിലും സന്ദർശിച്ചപ്പോൾ ഏറ്റവും ചെറിയ റിസോർട്ടുകളുമുണ്ട്. ഒരു 10-11 റൂം മാത്രമുള്ള ഊട്ടിയിലൊക്കെയുള്ള റിസോർട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും വലിയ മടിക്കേരി പോലത്തെ, അതുപോലെ വിരാജ്പേട്ടിലൊക്കെയുള്ള ക്ലബ് മഹേന്ദ്രയുടെ പോലത്തെ റിസോർട്ടുകൾ, വലിയ റിസോർട്ടുകളുമുണ്ട്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള റിസോർട്ടാണ്. വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. വളരെ ശാന്തമായിട്ടുള്ള റിസോർട്ടാണ് ക്ലബ് മഹേന്ദ്രയുടെ. അതും വളരെ ആ ഒരു പ്രകൃതി ഭംഗി ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമ്മളിവിടുത്തെ ഒരു വൈകുന്നേരത്ത് നമ്മളിങ്ങനെ ഈ ഏരിയ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കാം എന്താണ് അടുത്ത ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കാം. കുറച്ച് നേരമായിട്ട് നമ്മൾ ഈ രാത്രി കൂടെ നടക്കുകയാണ്. ഇനി ഒന്ന് പ്ലേ ഏരിയയിലേക്കൊന്ന് പോകണം. കുറച്ച് നേരം എന്തെങ്കിലും ഗെയിംസൊക്കെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ടൊന്ന് പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നു. നമ്മൾ മെയിൻ റിസപ്ഷൻ്റെ ഏരിയയിലേക്ക് പതുക്കെ നടക്കുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് പൂളും. അപ്പോൾ റിനോവേഷൻ വരുന്ന സമയത്ത് കുറേ കാര്യങ്ങളിലൊക്കെ ഡിസൈനിങ്ങിലൊക്കെ മാറ്റം വരുമെന്ന് പറയുന്നുണ്ട്. നമുക്ക് റിനോവേഷൻ കഴിഞ്ഞിട്ടൊന്ന് വരണം, എന്താണ് ഇവിടുത്തെ പുതിയ മാറ്റങ്ങളെന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട്. അടുത്ത വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും റിനോവേഷൻ സ്റ്റാർട്ട് ചെയ്യുമെന്നൊക്കെയാണ് നമ്മുടെ അവിടുത്തെ സ്റ്റാഫ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു വില്ലയാണ്, അതിൻ്റെ അപ്പുറത്താണ് പൂള് ഉള്ള പ്രത്യേക തരത്തിലുള്ള സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്, 1 BR അപ്പാർട്ട്മെൻറ്റ് സ്റ്റുഡിയോ ഉള്ളത്. അത് നമുക്ക് അവർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് അവർ വരുമ്പോഴത്തേക്കും അതിൻ്റെ കാഴ്ചകളൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇതാൻ്റെ എൻട്രൻസിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ തിരിച്ചെത്തി. ഇനി അടുത്ത കുറച്ച് ഹാപ്പി ഹബിൻ്റെ ഒരു ഏരിയയിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകൾ കാണാം. അതിൻ്റെ എൻട്രൻസ് തന്നെ ക്ലബ് മഹേന്ദ്ര പൂവാറെന്ന് എഴുതിയിട്ടുണ്ട്. സൈഡിലായിട്ട് സൈക്കിളുകളൊക്കെ ഇതുണ്ട്. ഇലക്ട്രിക് സൈക്കിളല്ലാത്തതെല്ലാം റെൻ്റൽ ആണെന്ന് തോന്നുന്നു അവിടെ വെച്ചിട്ടുണ്ട്. ഹാപ്പി ഹബിലേക്ക് നടക്കാം. നേരത്തെ ഹാപ്പി ഹബ് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വന്നപ്പോഴത്തേക്ക്. ഇപ്പോൾ അത് താഴേക്ക് മാറ്റി മുകളിലാണ് റെസ്റ്റോറൻറ്റ് ഒക്കെ വരുന്നത്. പിന്നെ ഒരു കേരള ഹൗസ് എന്ന റൂം മുകളിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായതാണ് ഹാപ്പി ഹബിൻ്റെ എൻട്രൻസ്. വളരെ മനോഹരമായിട്ടുണ്ട്. പക്ഷേ സൈസ് അല്പം കുറഞ്ഞിട്ടുണ്ട്. മുകളിൽ കുറച്ചും കൂടെ വലുതായിരുന്നു, ഇപ്പം സൈസ് അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആളുകളെല്ലാം എന്താണ് ഇവിടെ ടേബിൾ ടെന്നീസും അതുപോലെ തന്നെ ചെസ്സ്, ക്യാരംസ്, പിന്നെ ഒരുപാട് ടൈപ്പ് ഓഫ് ഗെയിംസ് ഇവിടെ നമുക്ക് ഇൻഡോർ ഗെയിംസ് നമുക്കിവിടെ കളിക്കാം ഹാപ്പി ഹബിനകത്ത്. അതിൽ പെയ്ഡ് ഗെയിംസ് ഒന്നും വലുതായിട്ട് കണ്ടിട്ടില്ല. പല റിസോർട്ടിൽ പോകുമ്പോൾ പെയ്ഡ് ഗെയിംസൊക്കെ കാണാം. ഇവിടെ അത്രയും കണ്ടിട്ടില്ല. ഇവിടെ ടേബിൾ ടെന്നീസൊക്കെ ആളുകൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു അത്യാവശ്യം വലുപ്പമുള്ള റൂമാണ്. നേരത്തെ നേരെ മുകളിലായിട്ടുള്ളൊരു ഏരിയയിലായിരുന്നു, കുറച്ചും കൂടെ വലുതായിരുന്നു. പക്ഷേ ഇപ്പം ഇത്രയും വലിപ്പം കുറച്ച് കുറഞ്ഞെങ്കിലും റിസോർട്ട് വളരെ മനോഹരമായിട്ടുണ്ട്. ഇരിക്കാനുള്ളൊരു സോഫയും കാര്യങ്ങളൊക്കെ ഇവിടെ അടുത്തായിട്ട് ഉണ്ട്. ഇതാണ് അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു രജിസ്ട്രേഷൻ ഏരിയ പോലത്തെ ഒരു ഏരിയയൊക്കെ ഉണ്ട്. സെയിൽസിൻ്റെ ഒരു സെഷനാണെന്ന് തോന്നുന്നത്. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ സെയിൽസിന് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അത്ര ഭയങ്കര ഒരു സെയിൽസ് ഏരിയ ഒന്നും കണ്ടില്ല. എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഷോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇത്രയാണ് ഹാപ്പി ഹബിനകത്ത് നിന്നുള്ള കാഴ്ചകൾ. നമ്മൾ ബാക്കിലേക്ക് പോവുകയാണ്. പൂളിൻ്റെ ഏരിയയിലേക്കുള്ള കുറച്ച് ദൂരം ഒന്ന് പോകുന്നു. ഹാപ്പി ഹബിൽ നിന്ന് ഇറങ്ങിയിട്ട് അതായത് ഇവിടെ ഒരു ലോണുണ്ട്. ആ ലോണിൻ്റെ ഏരിയയാണിത്. ഇതിൻ്റെ സൈഡിലായിട്ട് ഇതാണ് പൂള് വരുന്നത്. പൂളിൻ്റെ സൈഡിലുള്ള ഒരു ഏരിയയിൽ അവിടെ പൂളിൻ്റെ ഷവറൊക്കെ ചെയ്യുന്നതിനുള്ളൊരു ഏരിയൻ്റെ ബാക്ക് സൈഡിലായിട്ട് വരുന്നുണ്ട്.
അത്യാവശ്യം വലിയ പൂളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് വിശ്രമിക്കുന്നതിനുള്ള ബെഞ്ചുകളും അതുപോലെ തന്നെ ടേബിള്, നമുക്ക് ടീ സ്നാക്സൊക്കെ കഴിക്കുന്നതിനുള്ള ഏരിയയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ റിസപ്ഷൻ ഏരിയയിലേക്ക് വരുമ്പോഴുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മൾ പ്ലേ ഏരിയയിൽ പോയിരിക്കുന്നത് കുറച്ച് സമയം ഒന്ന് ക്രിക്കറ്റൊക്കെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചത്. പ്ലേ ഏരിയയിൽ നിന്നുള്ള ഒരു ഏരിയയിലുള്ള വീഡിയോ ആണിത്. ഒരു ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി ഒരു നെറ്റൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. നെറ്റ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷട്ടിൽ കളിക്കാനുള്ള നെറ്റുണ്ട്. പിന്നെ കുറച്ച് നേരം നമുക്കൊക്കെ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് നെറ്റ് അവിടെ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. മരങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നെറ്റ്, വല പോലത്തെ അവിടെ കിടന്ന് നമുക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു എന്താ പറയുക, റിസോർട്ടിനെ സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ അവർ വളരെ നീറ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റിസോർട്ടിൽ 2023 2024 ഒക്കെ അവർക്ക് അവാർഡ് കിട്ടിയതായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ബെസ്റ്റ് റിസോർട്ടിനുള്ള അവാർഡ്. ശരിക്കും അതിന് വർത്താണ്. നമ്മളത് തിരുവനന്തപുരത്ത്, പ്രത്യേകിച്ച് കോവളത്തിനടുത്ത് ഇതുപോലൊരു റിസോർട്ട് നമ്മൾ പോകുമ്പോഴേ നമുക്ക് ഡേ ഔട്ടൊക്കെ ബുക്ക് ചെയ്ത് പോകാം. എനിക്ക് തോന്നുന്നു ആദ്യ സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും ബുക്ക് ചെയ്യുന്നത് ഡേ ഔട്ട് മെമ്പറല്ലായിരുന്ന സമയത്തൊക്കെ ബുക്ക് ചെയ്യുന്ന സമയത്ത് 1000 രൂപയൊക്കെ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ രാവിലെ വെൽക്കം ഡ്രിങ്കും പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചും പിന്നെ ആക്ടിവിറ്റീസൊക്കെ ഉപയോഗിക്കുകയും വൈകുന്നേരം ഒരു ടീ, സ്വിമ്മിംഗ് പൂള് ഇതെല്ലാം ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു പാക്കേജൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അല്ലാതെ ഇപ്പോൾ പോയതാണ്, മെമ്പർ എന്ന രീതിയിൽ നമ്മൾ പോയതായിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇപ്പോഴത്തെ റേറ്റിനെ കുറിച്ച് അറിയില്ല. ആർക്കെങ്കിലും പോകണമെങ്കിൽ അവരുടെ നമ്പർ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഡേ ഔട്ട് പാക്കേജും അവർക്ക് ഉണ്ട്. നമ്മുടെ ക്രിക്കറ്റ് മാച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു അവരുടെ മാനേജ്മെൻറ്റ് ടീമുമായിട്ട് ഡിസ്കഷനിൽ ആളുകളൊക്കെ പോകുകയാണെങ്കിൽ ഇരിക്കുന്ന ഒരു ഏരിയയാണിത്, ഡിസ്കഷൻ ഏരിയയാണിത്. അതിൽ വളരെ മനോഹരമായിട്ട് തന്നെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. ഇത് ശരിക്കും നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് റെസ്റ്റോറൻറ്റ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടി, നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയാണിത്. ഇനി നമ്മൾ പൂൾ വില്ലയിലേക്ക് വരെ ഒന്ന് പോവുകയാണ്. പൂൾ വില്ലയുടെ എൻട്രൻസ് ദാണ്ട് ഈ കാണുന്ന രീതിയിലാണ് പൂൾ വില്ലയുടെ എൻട്രൻസ്. രാത്രിയിൽ നമ്മൾ ആ പൂൾ വില്ലയുടെ ഏരിയയിലേക്ക് പോകുന്ന സമയത്ത് നോർമൽ പൂളിൻ്റെ ഏരിയ ആണിത്. നമ്മൾ പൂൾ വില്ലയിലേക്ക് പോകുന്നേ ഉള്ളൂ. നോർമൽ പൂളിൻ്റെ ഏരിയ ആണിത്. ഇവിടുന്ന് പൂൾ വില്ലയിലേക്ക് പോവുകയാണ്. അവിടെ ഒരു എക്സിക്യൂട്ടീവ് ക്യൂ ഒക്കെ ആയിട്ട് വന്ന് നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. ഇതാണ് അതിൻ്റെ പൂൾ വില്ലയുടെ ഏരിയ. നമ്മൾ നേരത്തെ കണ്ട നോർമൽ പൂളിൻ്റെ ഏരിയ ആയിരുന്നു. പൂൾ വില്ലയ്ക്കകത്ത് കയറിയ സമയത്ത് അവിടെ നിന്നുള്ള കാഴ്ചയാണിത്. ഇതാണ് പൂളിൻ്റെ ആ അറ്റാച്ച്ഡ് ആയിട്ടുള്ള പൂളുള്ള ബെഡ്റൂമിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഡബിൾ ബെഡിൻ്റെ ഒരു റൂം, ദെൻ ഒരു ബാത്റൂം, അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ബാത്റൂമാണ്. ദെൻ ഇതിവിടെ ഒരു ഫ്രണ്ടിലായിട്ട് നമുക്ക് ഒരു സോഫ കം ബെഡ് ഉണ്ട് ഫ്രണ്ട് റൂമിലായിട്ട്. അവിടെ നേരെ ഇറങ്ങുമ്പോൾ നമുക്ക് കാണുന്നത് പൂളാണ്. അത് പ്രൈവറ്റ് പൂളാണ്, അവിടെ താമസിക്കുന്നവർക്ക് മാത്രം ഉള്ള പൂളാണ്. അതിൻ്റെ അടുത്തായിട്ടൊരു ടേബിളുണ്ട്. അപ്പോൾ ഇത്രയും കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ, കോവളത്ത് വരികയാണെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാവുന്ന ഒരു റെസ്റ്റോറൻ്റാണ്, ഒരു റിസോർട്ടാണ് നമ്മുടെ ക്ലബ് മഹേന്ദ്രയുടെ കോവളത്തിലുള്ള അല്ലെങ്കിൽ പൂവാറിലുള്ള റിസോർട്ട്. വളരെ മനോഹരമായിട്ടുള്ള റിസോർട്ടാണ്.